സർക്കാർ വാഹനത്തിനെതിരെ നടപടിയുമായി ഹൈക്കോടതി. ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന് KMML MDയുടെ വാഹനത്തിനെതിരെയാണ് നടപടിയുണ്ടായത്. ഇന്ന് തന്നെ വാഹനം കസ്റ്റഡിയിലെടുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, നേരത്തെ തന്നെ ഈ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന സംഭവത്തിൽ വലിയ രീതിയിലുള്ള നിർദ്ദേശവും ഇടക്കാല ഉത്തരവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് വാഹനം ഓടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി സർക്കാർ വാഹനത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് MDയുടെ വാഹനത്തിനെതിരെ ആണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ബീക്കൺ ലൈറ്റ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു. ഇന്ന് തന്നെ ഈ വാഹനം കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. വാഹനത്തിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ നെയിം ബോർഡ് ഉണ്ടായിരുന്നു. നിയമ നടപടികളിലേക്ക് കടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കൂടാതെ നടപ്പാതകളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇതിനായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടാനും ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. എന്തായാലും നേരത്തെ ഈ വടകരയിൽ സീബ്ര ലൈൻ മുറിച്ചു കടന്ന കുട്ടികളെ ബസ് ഇടിച്ച സംഭവം അടക്കം ഹൈക്കോടതി ഇന്ന് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വാഹനങ്ങൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളോ അല്ലെങ്കിൽ ഈ കാൽനട യാത്രക്കാർ സീബ്ര ലൈനിൽ നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ പതിയെ വരണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ പലയിടങ്ങളിലും ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് കാൽനട യാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്ന സംഭവം വ്യാപകമാണ്. ഇക്കാര്യത്തിൽ കർശന നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അനധികൃത നെയിം ബോർഡ് വെക്കുന്നത്, ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുന്നത്, ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ അടക്കം അനാവശ്യമായിട്ട് മോഡിഫിക്കേഷൻ വരുത്തി സൈഡുകളിൽ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നത്, ഇതിലടക്കം കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ജാഗ്രതയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പുലർത്തണമെന്നും ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.